ഇടിച്ചു കൊല്ലുവാടെ നീയൊക്കെ. മുഖത്ത് കണ്ണില്ലടോ. ആ എങ്ങനെ ഇപ്പൊ അങ്ങനെയല്ലേ? ഓവർലോഡ് കേട്ട് റോങ് സൈഡിൽ കൂടെ വന്നതും പോരാ, മര്യാദയ്ക്ക് വന്ന ഞാനാണിപ്പോ കുറ്റക്കാരല്ലേ? മതി മതി. ആ ശരി, മതിയെങ്കിൽ മതി. അതുപോട്ട് രാവിലെ മുതൽ ആ വിട്ടിൽ വിക്രമന്റെ പിറകെ പാഞ്ഞു ഓടുന്നുണ്ടല്ലോ. എന്നിട്ട് അവനെ പിടി കിട്ടിയാ? ഇല്ല, മുങ്ങി. എന്നാ പൊങ്ങിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. എവിടെ? ഡിറ്റക്റ്റീവ് ചാക്കോച്ചന്റെ ഓഫീസിൽ. ഇപ്പൊ പോയാ കയ്യോടെ പൊക്ക. അയ്യോ, ആലോചിക്കാനൊന്നുമില്ല, അപ്പൊ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് ചെല്ല്. എടുക്കോണ്ട അങ്ങോട്ട് പോന്നു. ചെന്ന് കയറിക്കൊടു. അങ്ങനെ വിട്ടിൽ വിക്രമന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായി, ചാക്കോച്ചന് വേറൊരു പണിയുമായി, എനിക്കങ്ങ് സന്തോഷവുമായി. ആരാ മനസ്സിലായില്ല? യൂണിഫോം ധരിച്ചു വന്നിട്ടും ചാക്കോച്ചന് മനസ്സിലായില്ലല്ലേ? യൂണിഫോം മനസ്സിലായി, അതിന്റെ ഉള്ളിലെ ആളുകളെ മനസ്സിലായില്ല. എനിക്ക് ഒരുത്തൻ ഞങ്ങളെ കറക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. അതിന് നിങ്ങളെ കണ്ടിട്ട് കറോപ്പശുക്കളാൻ തോന്നുന്നില്ലല്ലോ. പരിഹാസം വേണ്ട, വിളിക്ക്. ആരെ? നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിട്ടിൽ വിക്രമനെ. മിസ്റ്റർ, ഈ ചാക്കോച്ചനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. വിക്രമൻ എന്നൊരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ എന്റെ സംരക്ഷണയിൽ. അവൻ അഭയം തേടി വന്നവരാണ്. അഭയം തേടി വരുന്നവരെ ചാക്കോച്ചൻ കൈവിടാറില്ല. പക്ഷേ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളിയെ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. അഭയം തേടി വരുന്ന ഒരാളെ ചെകുത്താന്മാർക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞ് കൊടുക്കില്ല ഞാൻ. ഈ രംഗം അമേരിക്കയിൽ വല്ലോ ആയിരുന്നെങ്കിൽ സാറുമാരെ ജാതകം കീറിപ്പോയനെ അല്ലേ ചാക്കോച്ചായ? ഏതായാലും ഞാൻ ഈ ഡിറ്റക്റ്റീവ് പ്രൊട്ടക്ഷനിൽ പോയൊരു ചായ കുടിച്ചിട്ട് വരാം പോലീസുകാരാ. പ്രകാശ് കുമാറിനെ കാണുകയാണെങ്കിൽ പറഞ്ഞേക്ക് വിട്ടിൽ വിക്രമൻ ഇവിടെ എന്റെ സംരക്ഷണയിലുണ്ടെന്ന്. മോളെ, എന്താ വണ്ടി നിർത്തിയേ? അതെ, പ്രകാശ് ചേട്ടന് ഒരു CD വാങ്ങാനാ. വന്നേ. എന്ത് കളവി? എടാ, ഇത്രയും വലിയ പോലീസുകാരനായിട്ട് അയാൾ ബീഡിയാണോ വലിക്കുന്നേ? എന്റെ സാറിനെ കുറിച്ച് വേണ്ട പറഞ്ഞ് ഞാൻ വായി വരുന്ന വിളിച്ച് പറയുവേ. സാർ ബീഡി സീർത്തൊന്നും വലിക്കത്തില്ല. പിന്നെ വേറെ ആർക്ക് മേടിക്കാനാ അവള് കടയിൽ കയറി പോയത്? അയ്യോ എന്റെ പൊന്നമ്മച്ചി, അത് ബീഡിയല്ല, CD. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്ക്, എന്നെ ഈ അമ്മച്ചിന്നുള്ള വിളി ഇതോടെ നിർത്തിക്കോണം. ചേച്ചിന്ന് വിളിക്ക്, സരസമ്മ ചേച്ചി. അയ്യോ, ചേച്ചിന്ന് വിളിക്കാൻ പറ്റിയ സാധനം അതുപോലെ. ചേച്ചിന്ന് വിളിക്കാൻ എന്റെ സ്വന്തം വല്യമ്മയുടെ മോളല്ലേ. സീഡിയോ? അതെന്തോന്നാ മനുഷ്യ? എടി, CD എന്താണെന്ന് ഇത്ര നാളായിട്ട് നിനക്ക് അറിഞ്ഞൂടി? അതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്. എടി എടി, എനിക്കറിയാമായിരുന്നെങ്കിൽ നീ ചോദിക്കണേന് മുമ്പ് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഈ 20 വർഷത്തെ കുടുംബജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏത് ചോദ്യം? എടി, ഒരിക്കലും ഒരു ഭാര്യയും ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഈ CD എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കുകയില്ല. നിങ്ങക്ക് വിഷമമായെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കേ. ഞാൻ അറിഞ്ഞോ ഈ കുന്ത്രാണ്ട എത്ര വലിയ കാര്യമാണെന്ന്. എന്നാലും നീ അങ്ങനെ പറഞ്ഞല്ലേ. കിടന്ന് കരയാതെ മനുഷ്യ. ചേച്ചി, ഇതെല്ലാം കൂടെ എന്തിന്? ഇതൊക്കെ കണ്ടിട്ട് വേണോടാ പ്രകാശ് ചേട്ടന് സീരിയൽ സംവിധാനം ചെയ്യാൻ. ഓഹോ, അപ്പൊ മോഷണമാണല്ലേ ഉദ്ദേശം? സർക്കിൾ ഇൻസ്പെക്ടർക്ക് മോഷ്ടിക്കാം. പതുക്കെ പറയടാ. എടാ, വലിയ വലിയ സംവിധായകരൊക്കെ ഇങ്ങനെ CD കണ്ടിട്ടാ സംവിധാനം ചെയ്യുന്നേ. അപ്പൊ വലിയ വലിയ സംവിധായകരൊക്കെ CD കണ്ടിട്ടാണ് സംവിധാനം ചെയ്യുന്നത്. അതൊരു പുതിയ അറിവാണല്ലോ. എനിക്ക് 4 CD കാണണം, എന്നിട്ട് വേണം ഒരു ഡയറക്ടർ ആവായി. പോയാ ചേച്ചി? ചേച്ചി, ഞാൻ വിളിച്ചു പറഞ്ഞ കോമഡിയോ വെച്ചിട്ടുണ്ടല്ലോ. അതിന് CD വേണ്ടല്ലോ ചേച്ചി. വണ്ടിക്കകത്ത് 2 എണ്ണം ഇരിപ്പുണ്ടല്ലോ. ചിരിച്ചിരിച്ചിരിച്ച് തലയറിഞ്ഞ് ചാവാ. വാങ്ങിച്ചോണ്ട് വാ. ശരി. എന്താണെന്ന് എന്നോടൊന്ന് പറയാമായിരുന്നു. ശരി, അതിനിപ്പോ എന്തിനാ കരയുന്നേ? സരസുമോക്ക് പാല് കൊടുക്കാത്തത് കൊണ്ട്.
തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഞങ്ങളുടെ അനുവാദമില്ലാതെ റൂം വിട്ട് പുറത്തിറങ്ങരുതെന്ന്. ചേടാ മനുഷ്യനൊന്നും മൂത്രമൊഴിക്കാൻ പോലും പറ്റത്തില്ലേ? അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ അകത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചേടാ മനുഷ്യന്റെ കാറ്റും വെളിച്ചവും കൊണ്ട് വിശാലമായിട്ടൊന്ന് മൂത്രമൊഴിക്കണ്ടേ? എടാ എല്ലാ VIP-മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അവർക്ക് സ്വകാര്യ ലോകമില്ല, സാമൂഹ്യ പ്രവർത്തനവും. എന്റെ ഡിക്റ്റീവ് എനിക്ക് എസ്കോർട്ടും വേണ്ട പൈലറ്റും വേണ്ട. അത് വേണോ വേണ്ടയോ തീരുമാനിക്കുന്ന താനല്ല, ഞങ്ങളാ. ആണോ ചാക്കോ ചായ? ശരിയല്ലേ ചാക്കോ സാർ? അയ്യോ രക്ഷപ്പെട്ടു മണ്ടന്മാരവര്. അയ്യോ ഹലോ എന്തോ പറ്റി? ഒരാൾ അന്വേഷിച്ചിറങ്ങി. ഈശ്വരാ, എന്റെ പൊന്നനിയന്മാരെ, നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്. എനിക്ക് എസ്കോർട്ടും വേണ്ട പൈലറ്റും വേണ്ട. എടാ കമാൻഡോകൾ മുകളിൽ നിന്നുള്ള ഉത്തരവ് മാത്രമേ അനുസരിക്കാറുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി എസ്കോർട്ട് പോകുന്നവരോട് എന്തെങ്കിലും ആജ്ഞാപിച്ചാൽ അവരനുസരിക്കണമെന്നില്ല. മേനെ അറസ്റ്റ് ചെയ്യാ. യു ആർ ഗോയിങ് ഔട്ട്സൈഡ്. എനിക്ക് റെസ്റ്റ് വേണം, ദയവായി നിങ്ങൾ പുറത്തു പോകൂ എന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞു തിരിക്കട്ടെ. പക്ഷേ ബ്ലാക്ക് ഹാറ്റ്സ് ഒരിക്കലും അത് അനുസരിച്ചെന്ന് വരില്ല. അവർക്ക് അവരുടെ പാതയുണ്ട്, സ്റ്റൈലുണ്ട്. എനിക്കൊന്ന് മൂത്രം ഒഴിക്കണോ? ഇതിൽ കൂടെ ഒഴിച്ചോ? ഇനി എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങണമെങ്കിൽ? ഉറങ്ങാൻ സ്വസ്ഥമായ ഒരു സ്ഥലം വേണം. നമുക്ക് ഉറങ്ങണമെങ്കിൽ ഇതുപോലൊരു സാധനം വേണം. പൊക്കടാ. എന്റെ അമ്മോ, എന്നെ ഉറങ്ങാൻ കൊണ്ടുവന്നേ. ചേച്ചി ഇതെന്തോന്ന് ആലോചിക്കുന്നേ? പ്രകാശ് ചേട്ടന്റെ മാമനും മാമിയും പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ മണിയാ. എന്ന് ആര് പറഞ്ഞ് കാണുന്നില്ലെന്ന്? ചേച്ചി പാടത്ത് പറമ്പത്ത് ഏകാന്തതയുടെ ആ പാരകൾക്ക് വേണ്ടി ആലോചിച്ച് മെനക്കെടണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. കണ്ടുപിടിച്ചു ചേച്ചി, ഈ മണിയെ കണ്ടുപിടിച്ചു. ഈശ്വര, ഓരോരോ ആവശ്യങ്ങൾ വന്ന തലയെ കയറുമ്പോ മനുഷ്യന് എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് കൂട്ടുന്നത്. മണിയാ, നീ കാര്യം പറ. അവരെ ഓടിക്കാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചു ചേച്ചി. ഒരു ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഓടിക്കുന്നത് പോട്ടെ, അവരെ ഗേറ്റിന് പുറത്തേക്കൊന്നും നടത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. നടത്തയുമല്ല ഓട്ടവുമല്ല, പറക്കലായിരിക്കും. പറക്കൽ നോക്കിക്കോ. അതെങ്ങനെ? പരകായ പ്രവേശം, അതായത് ബാധോപദ്രവം. ബാധോപദ്രവോ? ഈ ബാധ കൂടിയിട്ട് ചില വിക്രികളൊക്കെ കാണിക്കും. അതുപോലെ ഈ ബാധ കൂടിയാൽ നമുക്ക് എന്ത് കാണിക്കാനുള്ള ലൈസൻസ് ഉണ്ട്? അടിക്കാം, തൊഴിക്കാം, തുപ്പാം, എറിയാം, തെറി പറയാം, അങ്ങനെ എന്തും കാണിക്കാം. ചേച്ചി, വീട്ടിൽ നല്ലൊരു ബാധയുണ്ടെങ്കിൽ പിന്നെ വളർത്തു നായ പോലും വേണ്ട. ആരും പിന്നെ ആ വീട്ടിലോട്ട് വരികയില്ല. സംഗതി എങ്ങനെ? നീ വളച്ചു കെട്ടില്ല, അതൊന്ന് കാര്യം പറ. ഇത് സ്വല്പം വളച്ച് കെട്ടണം. ചേച്ചിക്ക് ഫുൾ ചാർജായ ഒരു ബാധ കൂടുന്നു, എന്നിട്ട് പിച്ച് പേ പറയുന്നു. അല്ല, നീ പറയുന്ന പോലെ നിന്ന് നിപ്പി ബാധോപദ്രവം ഉണ്ടാവോ? എന്റെ ചേച്ചി, ആവശ്യക്കാരന് ഔചിത്യമില്ല. വേണമെങ്കിൽ ചക്ക വേരിലേക്ക് ആക്കി മുറ്റത്തെ ചപ്പിൽ അടപ്പുണ്ടാ? ഇല്ല. ഒരു ദിവസം ചേച്ചി എങ്ങനെ നോർമലായി നിൽക്കുന്നു, എന്നിട്ട് തുള്ളൽ പനിക്കാരനെ പോലെ ഒരൊറ്റ വിറയല്. ഇവിടെ ജീവിച്ചിരുന്ന വല്യമ്മച്ചിയുടെ പ്രേതമാണ് ഞാൻ. ഈ വീട് അശുദ്ധമായിരിക്കുന്നു. വരുത്തന്മാർ വീട്ടിൽ കയറി വന്നിരിക്കുന്നു. ഇറങ്ങി പോയില്ലെങ്കിൽ ഇവിടെ ഫലനം സംഭവിക്കും. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു അട്ടഹാസം ചേച്ചി അങ്ങ് നടത്തണം. അത് കൊള്ളാവല്ലോ മണിയാ. എന്റെ ചേച്ചി, ഒരു കാര്യം ചെയ്. ബാധയാകാൻ വേണ്ടി തയ്യാറെടുത്തോ. ഇരകളെ ആട്ടിത്തെളിച്ച് ഞാൻ മുമ്പിൽ കൊണ്ടു നിർത്തി തരാം. കൊലവിളി അത് തുടങ്ങി വെച്ചാ മതി. ഞാൻ ബാധയാവാം. ബാധയാവാം. അന്ന് ചിന്നപ്പ നാടക കമ്പനിയില് നല്ലതങ്കാളുടെ വേഷം ചെയ്യുന്നത് ഈ ഞാൻ. അന്ന് എന്നെ പോലെ കഴിവുള്ള നടികളും കുറവാണേ. എന്റെ പൊന്നു മോളെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. എന്നാ പറയണ്ട. പറയാതിരിക്കാൻ പറ്റൂല മോളെ. അന്ന്
തഞ്ചാവൂരിൽ നാടകം തമ്പടിച്ച് കളിക്കുന്ന കാലം. ഒരിടത്ത് നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടില് ഒരു 2-3 മാസമെങ്കിലും കാണും. നാടകമേ പറഞ്ഞാ വിശ്വസിക്കത്തില്ല. ഒരു ദിവസം നാടകം കാണാൻ കാണികളുടെ ഇടയിൽ ഒരു മകാനുണ്ടായിരുന്നു. മകനാ? മകനല്ല, മഹാൻ. നാടകം തീർന്നതും ഒരാള് സ്റ്റേജിലേക്ക് ഓടി ഒരു വരവ്. അച്ഛനായിരുന്നു അമ്മേ? നിന്റെ ഒരു കൊച്ചൻ. കേട്ടോ മോളെ, ആ ആളൊരു ചോദ്യം. அந்த நல்லதங்காளுடைய വേഷത്തിൽ നടിത്ത നടി യാർ? ഞാൻ നോക്കിയപ്പോ മുന്നിൽ നിൽക്കുന്നത് ആരാ? ആരാന്ന് ചോദിക്കേ. ആരാ അമ്മേ? നിന്നോട് ചോദിച്ചോടി. നീ ചോദിക്കടി. ആരാ? ആരാ? സാക്ഷാൽ നടികർ തിലകം ശിവാജി ഗണേശൻ. ഓ പിന്നെ ഞാൻ ആ ചോദ്യം കേട്ട് തൊഴുതു പിടിച്ചു ഒറ്റ നിൽപ്പായിരുന്നു. എന്നിട്ട് മെതുവാ சொன்னே, ഞാൻ താൻ പ്ലാങ്കവിള സരസൂന്ന്. ഉടനെ അദ്ദേഹം ഒരു അഭിനന്ദന പ്രസംഗം തന്നെ നടത്തി. இந்த நாடகத்தில் நடித்தவர்கள் எல்லாம் முத்துக்களாக்கும், ஆனால் நீங்க மட்டும் വൈഡൂര്യമാക്കും. വൈഡൂര്യം. അയ്യോ, ഇത് കണ്ടോ മോളെ? ഇപ്പോഴും എന്റെ കയ്യില് രോമാഞ്ചമാ. അന്ന് ശിവാജി അണ്ണൻ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതായിരുന്നു. ഈ പെണ്ണിന്റെ എരണം കെട്ട തന്ത എന്നെ വിട്ടില്ല. തൊലച്ചു. അയ്യോ മോളെ, നീ എടുക്കണ്ട. കൈ മുറിയും. ചേച്ചി എടുത്തോളൂ. ഇനി എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇവളെ ഒരു വലിയ നടിയാക്കി മാറ്റണം. പ്രകാശൻ സീരിയൽ തുടങ്ങുമ്പോ പ്രധാന വേഷത്തിൽ കയറി മോള് അഭിനയിച്ച് തകർത്തോണം. നമുക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ള ആളാ പ്രകാശൻ. മോളെ മോളെ, പ്രകാശൻ എന്ന് വരുവടി. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നൂടെ തളയ്ക്ക് മൂക്കും. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എത്ര തവണ ചോദിച്ചടി? ഒന്ന് മിണ്ടിപ്പോയാൽ എന്താ? നിന്റെ മുത്തു കൊഴിഞ്ഞു പോവോ? എടി പൊടിന്നൊക്കെ എന്നെ വിളിച്ചാലുണ്ടല്ലോ, ഗ്ലാസ് ഉടച്ചതും പോരാ, അനാവശ്യം പറയുന്നോ? അത് ശരി, ഗ്ലാസ് ഉടച്ചതിനുള്ള ദേഷ്യാണല്ലേ? എട്ടും പൊട്ടും തിരിയാത്ത ഈ കൊച്ചിന്റെ കയ്യിന്ന് അറിയാതെ ഒരു ഗ്ലാസ് വീണ് ഉടഞ്ഞതിനാണോ നീ ചന്ദ്രഹാസ അളക്കുന്നത്? തന്നെ വെച്ചോ. പ്രകാശനെ എന്റെ മകനാടി, എന്റെ മരുമോൻ. അവന്റെ ഗ്ലാസ് പൊട്ടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ മോൾക്കുണ്ട്. പൊട്ടിരു മോളെ, ഇനി ഒന്നുകൂടെ പൊട്ടിക്ക്. ഇവളെന്ത് ചെയ്യൊന്ന് കാണട്ടെ. എടി പൊട്ടിക്ക്. എടി, നീ അട്ടഹാസം മുഴക്കിയാലൊന്നും എന്റെ മോളെ പ്രകാശന്റെ സീരിയലിൽ അഭിനയിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ സുമയല്ല. സുമയല്ലേ? പിന്നെ ആര്? ഞാൻ സുഭദ്രയാണ്. സുഭദ്ര. സുഭദ്രയോ? ഇണ്ടിയപ്പൻ കോവില്ലേ കുളത്തിൽ വീണ് മുങ്ങിച്ചത്ത സുഭദ്ര. സുഭദ്രയാ ഞാൻ. ഏത് സുഭദ്ര? ഏതൊക്കെ സുഭദ്ര നിനക്കറിയാമടി? സുമേ, ഞാൻ നിന്റെ മാമിയാണടി. അയ്യോ നിർത്തടി. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ നിന്നാ മതി. എടോ, കൊച്ചു കൃഷ്ണ. അയ്യോ, ഇത് വേപ്പന കളിയാണെന്ന് തോന്നുന്നു സരസു. എടാ, വേപ്പിലക്കാളി അല്ലടാ, എന്താ ഇത് ചീരക്കാളിയാടാ. ചീരക്കാളി. ചീരക്കാളി പറയുന്നതാണേ. നീ മര്യാദക്ക് ഇവളെ വിളിച്ചോണ്ട് പോ,
അല്ലെങ്കിൽ നിന്റെ ഇവളുടെയും ചോര ദേ ഇവിടെ വീഴും. ഇവിടെ പോ. പോ. ഓടിക്കോടി. അയ്യോ അയ്യോ പിശാചേ, ഓടിക്കോടി. ശോ, അടുക്കളയിൽ കലതുള്ളിക്കൊണ്ട് നിന്നത് സുമയാണോ എന്ന് പോലും ഒരു നിമിഷം ഞാൻ ശങ്കിച്ചു. കുളത്തിൽ വീണ് ചത്തുപോയ ഏതോ ഒരു സുഭദ്രയാ അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്നേ. അതെന്തോ ആട്ടെ, നീ വേഗം സാധനങ്ങളൊക്കെ പിറക്കി അടുക്ക്. പട്ടണത്തിൽ വന്നിട്ട് ബാധയുടെ അടിയുണ്ട് ചത്ത പിന്നെ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ ഒക്കൂല. ചത്തു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ തലപൊക്കി നടക്കുന്നേ? ചത്ത് കഴിയുമ്പോഴാണ് മോളെ തലയും പൊക്കി നടക്കണേ. ആളുകളെല്ലാം കൂടി ചുമന്നോണ്ട്. അച്ഛൻ അപ്പ അടുക്കള വന്നില്ലായിരുന്നെങ്കിലല്ലേ അമ്മച്ചിയെ പിച്ചാത്തി കൊണ്ട് ആ ചേച്ചി പോന്തീനെ തന്നെ ഇന്ന് രാത്രി എന്തെങ്കിലും നടക്കും. പോരെങ്കിൽ വെള്ളിയാഴ്ച നമുക്കിറങ്ങാം. സരസു, 2 മണിക്ക് പ്ലാങ്ക വഴി പോണ ഒരു ബസ്സുണ്ട്. നിങ്ങളൊന്ന് അടങ്ങ മനുഷ്യ, നാളെ കാലത്ത് പോവാ. എടി ഇന്നെങ്ങനെ ഇവിടെ കഴിയും? തൽക്കാലം മുറി അടച്ചു കഴിയാം. ആര് വന്ന് മുട്ടിയാലും തുറക്കണ്ട. വല്ലതും കഴിക്കണ്ടേ? ഒരു ദിവസം പിടിച്ചു നിൽക്കാനുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് അടിച്ചു മാറ്റി ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓ, 2 എണ്ണത്തിനും തീറ്റ തീറ്റ എന്നുള്ള വിചാരേ ഉള്ളൂ. ഇന്ന് വേഗം ഇറങ്ങി നമുക്ക് പോവാം. നിങ്ങള് പോ. ഞാൻ മണിയണ്ണനെ തനിച്ചാക്കി വരണില്ല. വരണെങ്കി ഞങ്ങൾ ഒന്നിച്ചേ വരൂ. അയ്യോ, ഒരു കാര്യം ചെയ്യാം, നീ ഇങ്ങോട്ട് വന്നേ. ജീവിതത്തിൽ ആദ്യമായിട്ട് തലച്ചോറ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നിങ്ങൾ തെളിയിച്ചു. തലയ്ക്കകത്ത ആള് താമസം ഉണ്ടല്ലോ. മോളെ, ഞങ്ങള് പോയിട്ട് ദേ ഇപ്പം വരാം. മോളെ ഇതിനകത്ത് തന്നെ ഇരുന്നോളാം. പുറത്തിറങ്ങിയ അവള് നിന്നെ കൊത്തിയെറിഞ്ഞ് തിന്നു. മക്കള് കുറ്റിയിട്ടേക്കണേ, അവള് ചെലപ്പോ വന്ന് തട്ടും. തുറക്കല്ലേ. തുറക്കല്ലേ. മക്കൾ ഇവിടെ സൂക്ഷിച്ചിരുന്നോട്ടോ. ചാച്ചി ഒന്നിക്കും. ഇവറ്റകൾ ഇതെവിടെ പോന്നു? ഓ, വണ്ടി വല്ലതും വിളിച്ചോണ്ട് വന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും. എടാ മണിയാ, നിന്റെ ആശയം ഫലിച്ചു തുടങ്ങിയടാ. ഇനി ഇവറ്റകളുടെ ശല്യം ഉണ്ടാവുന്നേ തോന്നില്ല എനിക്ക്. നിങ്ങള് പോയി കയ്യോടെ കൂട്ടിക്കൊണ്ടു വരണം. പണിക്കര് വന്നാലേ അവള് അടങ്ങൂ. അയാളെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. ബസ്സുകൂലിക്കുള്ള പൈസയൊക്കെ ഉണ്ടല്ലോ. പണിക്കരെ കൊണ്ടുവരാന്ന് വെച്ചാ കാറ് വിളിച്ചു വേണ്ടേ കൊണ്ടുവരാൻ. എന്റെയിലാണെങ്കിൽ നയാ പൈസ ഇല്ല. അതൊക്കെ ഇവിടെ വന്നിട്ട് കൊടുക്കാന്നേ. ചെല്ലേ. അതെ, നിങ്ങള് പ്രകാശ് കുമാറിന്റെ വീട്ടിൽ താമസിക്കുന്നവരല്ലേ? നിങ്ങള് പ്രകാശ് കുമാറിന്റെ അല്ല, പറഞ്ഞു വരുമ്പോ ഞാൻ അവന്റെ മാമനായിട്ട് വരും. എന്ത് പറഞ്ഞു വരുമ്പോഴാണ് നിങ്ങൾ പ്രകാശ് കുമാറിന്റെ മാമനാവുന്നത്? അതെ, ഞങ്ങള് പ്രകാശിന്റെ അടുത്ത ബന്ധുക്കളാ. ഞാൻ അവന്റെ മാമി. ഇവൻ അല്ല, ഇദ്ദേഹമാണ് അവന്റെ മാമൻ. ഇതെന്റെ കെട്ടിയോനാ. ശരി. ആറ്റുകാലില് പൊങ്കാല ഇടാൻ വന്നതാ. അല്ല, ഒരാഴ്ചയോളം കഴിഞ്ഞല്ലോ പൊങ്കാല കഴിഞ്ഞിട്ട്. ഈ പ്രകാശ് കുമാറും അയാളുടെ പെണ്ണുമ്പിളയും പൊതുവെ ഈ കോളനിയിലുള്ളവർ ആരുമായിട്ട് സംസാരിക്കാറുമില്ല, സഹകരിക്കാറുമില്ല. പിന്നെ അയാളുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണല്ലോ. നോക്കി നിൽക്കാതെ നിങ്ങൾ ചെല്ല്. അല്ല, അതെ, എന്തോ ഭയങ്കര അത്യാവശ്യമാണെന്ന് തോന്നുന്നല്ലോ. എന്താ പ്രശ്നം? അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലേ? പറ പറ പറ. ഇവിടെ ഇത് വിളമ്പാൻ നിൽക്കണ്ട. അല്ല, അതെ, എന്ത് പ്രശ്നമായാലും ശരി, AKCPയുടെ നേതാവെന്ന നിലയിൽ ഞാനത് അറിഞ്ഞേ പറ്റൂ. അല്ല, AKCP എന്ന് പറഞ്ഞാൽ AKCP എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അർത്ഥമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാ. വേറെ ഒന്നുമില്ല. പ്രകാശന്റെ ഭാര്യയുടെ ദേഹത്ത് ബാധ കൂടിയിരിക്കുക. അതെ, ഈ പ്രകാശ് കുമാറിന്റെ ഭാര്യയുടെ ദേഹത്ത് ബാധ കൂടിയതാണോ അതോ ബാധയുടെ ദേഹത്ത് പ്രകാശ് കുമാറിന്റെ ഭാര്യ കൂടിയതാണോ? ദൈവത്തോർത്ത് ആരോടും പറയല്ലേ. ഞാൻ ആരോടും പറയില്ല. ഞാൻ പോയിട്ട് അനിയ, ആരോടും പറയല്ലേ. ഞാൻ പറയത്തില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റിയ കാര്യമാണോ ചേച്ചി?
ഞാൻ പറയത്തില്ല. ഞാൻ പോട്ടെ, ഓ ഓ ആരോടും പറയല്ലേ. ഛെ, ഞാൻ കൊള്ളാം. നല്ല അനിയൻ. അടിപൊളി. പ്രകാശ് കുമാറിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താ. അന്നമ്മ ചേട്ടത്തി, ഇത് ബാലപ്പനാ. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ പ്രകാശ് കുമാറിന്റെ ഭാര്യയ്ക്ക് അവക്ക് ഭ്രാന്ത്. ഓ വട്ട് മൂക്കുന്ന ലക്ഷണമാ കാണുന്നത്. ഓ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ്. ഓ ഇതൊക്കെ ഇനി എന്നോട് പ്രത്യേകിച്ച് പറയണോ? ഏറ്റ് ചേട്ടാ, ഈ ബാലപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയം ഉണ്ടാവോ? അറിയില്ലല്ലോ. ഇല്ലല്ലേ. ഒന്ന് നിക്ക. എന്താ? ഞാനേ ബാലപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നതേ. എവിടുന്നാ വരുന്നേ? വടക്കൂന്നാ. വടക്കൂന്ന് പറഞ്ഞ? വടക്കൂന്ന് പറഞ്ഞാ എന്തായാലും തെക്കൂന്നല്ല, തെക്കു വടക്കൂന്നാ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ മാമ്പറ്റ മേമന ഇല്ലം കേട്ടിട്ടുണ്ടാവൂലേ? ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിരിക്കണു. മേമന ഇല്ലത്തെ ഇളമുറ തമ്പുരാൻ ഇപ്പൊ ഞാനാ, ഷാജി നമ്പൂരി. ഈ ബാലപ്പനുമായി ഷാജി നമ്പൂരിക്ക് എന്താ ഇടപാട്? അതെ, ആ ബാലപ്പന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടി അറിയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഈ ഷാജി നമ്പൂരിക്ക് ഇല്ലാന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ. അതെ, നമ്മുടെ ആ ഡിറ്റക്റ്റീവ് ചാക്കോ സാറിന്റെ ഒരു സഹായം, ഒരു ഹെൽപ്പേ, മൂപ്പരുടെ ഒരു ദർശനം അങ്ങോട്ട് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. എന്താ പ്രശ്നം? മേമന ഇല്ലത്ത് അതിഭയങ്കരായ ഒരു മോഷണം അങ്ങോട്ട് നടന്നിരിക്കണു. തലയോലപ്പറമ്പിന്ന് ജോൽസിനെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ തെളിഞ്ഞ എന്താച്ചാ, അന്വേഷണം ഏതെങ്കിലും ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഏൽപ്പിക്കണം അത്രേ. അതിരിക്കട്ടെ, എന്തൊക്കെയാ മോഷണം പോയത്? വൈരങ്ങൾ, കുടുംബം ഒരേ കിട്ടിയ വൈരങ്ങളെ കൂടാതെ ഒരു പഞ്ചലോക വിഗ്രഹവും. എല്ലാം കൂടെ തുകയ്ക്കുള്ള സാധനങ്ങളുണ്ടല്ലേ? എന്താ സംശയം? 1.5 കോടി ഉറുപ്പിയുടെ മുതലാ പോയിരിക്കുന്നേ. ഓ, ആലോചിച്ചിട്ട് എന്റെ ചങ്ക് തകരാണ്.